എവിടെ എന്താ പണി എന്താ പണി അതിൻ്റെ മോൾ അടിച്ചു വരെ എവിടെ മാറാല അത് വേറെ തരം ഇട്ടേലിയാണത് വേറെ തരം ഇട്ടേലിയാണത് ഇവിടെ അവിടുത്തെ പുല്ല് വിഷ്ണു കളഞ്ഞേ കുറേ പുല്ലില്ലേ അപ്പൊ ഓർക്ക് കളിക്കാൻ വേണ്ടിട്ട് കളഞ്ഞതാണ്. അപ്പൊ ഇവിടെ അടിച്ചൊരു നന്നാക്കാനല്ലോ ഇന്നലെ കളഞ്ഞതാണ് ഈ പുല്ലൊക്കെ. എന്താ കാട്ടിയ അവന് കൈക്കോട്ട് ഉണ്ടെന്നാണ്ട് ചിരണ്ടി കളഞ്ഞ എന്താ സംഭവിച്ചു എന്താ കാണിച്ചാവല്ലേ എന്താ അവരെ കുട്ടി വെക്കണം. സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതായിട്ട് നമ്മൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലൊക്കെ നിങ്ങൾ ഭയങ്കര പൊടിയാണ്. ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇവിടെ തുടച്ച് വൃത്തിയാക്കിയിരുന്നു കേട്ടോ. ഇപ്പം ഇവിടുത്തെ പൈപ്പിൽ ഇവിടെ മുറ്റത്ത് പൈപ്പുണ്ട്. ആ പൈപ്പിൽ വെള്ളം വരാത്തതുകൊണ്ട് തന്നെ ഞാൻ തുടക്കലൊന്നുമില്ല, പക്ഷെ അടിച്ചൊരു വൃത്തിയാക്കും കേട്ടോ. ഇവിടുത്തെ പുല്ല് വിഷ്ണു ചെത്തി കളഞ്ഞാണ്ട് നല്ലൊരു ഭംഗി കാണാനിപ്പോൾ. പിന്നെ അതാ ഞാൻ രാവിലത്തെ വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. രാവിലെ ഇന്നലെ പറിച്ച കപ്പ ഉണ്ടല്ലോ, ആ കപ്പ വിഷ്ണു പറഞ്ഞ കപ്പ പുഴുങ്ങമ്മന്ന് പൂളാട്ടോ ഞങ്ങൾ പറയാം. അപ്പം അങ്ങനെ പറയാമെന്ന് കരുതി പൂളാട്ടോ പുഴുങ്ങമ്മ ചോദിച്ചു. അവൻ പറഞ്ഞു ഞാൻ കൂട്ടാൻ വെക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഉണ്ട് രാജു രാവിലെ എണീറ്റ് വന്നാണ്ട് എന്നോട് ചോദിച്ചു, മഴ ആയതുകൊണ്ട് തന്നെ വെട്ടൊന്നുമില്ല, പണിക്കൊന്നും പോകലില്ല കേട്ടോ. ഇപ്പം 2 ദിവസം നല്ല മഴ ആയതുകൊണ്ട് ഇത് പുഴുങ്ങിയാൽ വേഗമാവല്ലേ ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു വേഗം അറിയില്ല, അത് വലിയ പൂളല്ലേ, അതുകൊണ്ട് സംശയമാണ്, വേഗമല്ലേ ഒന്നും അറിയില്ലായിരുന്നു. അപ്പം എന്തായാലും വേണ്ടില്ല. അപ്പം ഞാൻ തീരുമാനിച്ചു കുറച്ച് പുഴുങ്ങും വേണം, കുറച്ച് കൂട്ടാനും വെക്കണം. കാരണം എനിക്ക് കൂട്ടാൻ തിന്നാനാ പൂതി, പുഴുങ്ങിയ പൂള തിന്നാൻ പൂതില്ല. അപ്പം എന്തായാലും രണ്ടും ഉണ്ടാക്കിയാൽ രണ്ടും ഇഷ്ടമുള്ളവർക്ക് ഏതെടുത്ത് തിന്നാലോ ഏതായാലും. അങ്ങനെ ഞാനിത് കഷ്ണം നുറുക്കട്ടെ. അപ്പം ഞാൻ ചെറിയ കത്തി ഉണ്ടല്ലോ, പീച്ചങ്കത്തി, അതിനോടട്ടെ നന്നാക്കി എടുത്തതെന്ന്. പക്ഷെ അതിനോട് കഴിയണില്ല, മുറിക്കാനും അത് കഴിയില്ല, അതിനാത്രം വലിപ്പമുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് ഏടത്തിയമ്മേൻ്റെ വീട്ടിലൊക്കെ കൊടുത്തു, ഒന്ന് നാത്തൂനുണ്ട്, നാത്തൂനും കൊടുത്തു. പിന്നെ അതിലുള്ളതാണ് ഈ ഒരു കഷ്ണം കേട്ടോ. അപ്പോൾ ഇത് രാവിലെ ചായക്കടിക്ക് ഉണ്ടാക്കാൻ വിചാരിച്ച് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇത് മുഴുവൻ ഞാൻ ഉണ്ടാക്കും കേട്ടോ. ഇനി എടുത്ത് വെക്കണില്ല, എടുത്തേക്കാനുള്ള എന്താ പറയുക, എടുത്ത് വെക്കില്ല. കാരണം ഒരുപാട് ദിവസമായി പൂളൊക്കെ തിന്നിട്ട്. അപ്പോൾ തിന്നാനുള്ള ആഗ്രഹം കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കുക. വൈകുന്നേരം ആകുമ്പോഴത്തേനും തീരും. ഇപ്പോൾ വൈകുന്നേരത്തിന് ലേസം ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല, കാരണം കട്ടൻ ചായയും പൂളക്കൂട്ടാനും പുഴുങ്ങിയതായാലും വേണ്ടില്ല, തിന്നാൻ നല്ല രസമല്ലേ. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കിയെന്നു കേട്ടോ. അതിൻ്റെ മേലത്തെ മണ്ണൊക്കെ കളഞ്ഞാണ്ടാണ് ഈ കഷ്ണം നുറുക്കാനുള്ള പരിപാടി. അപ്പോൾ ഞാൻ വെട്ടി നുറുക്കിയപ്പോൾ ചെറിയ രീതിയിൽ മണ്ണുണ്ട് കയ്യുമ്മലായിന്. അപ്പോൾ ഒന്നും കൂടെ അവിടെ നിന്ന് തന്നെ കഴുകിയിട്ടാണ്. കാരണം നമ്മൾ പൂളൊക്കെ നന്നാക്കണ ആ ഒരു സമയത്ത് തന്നെ കഴുകി വൃത്തിയാക്കിയാൽ പിന്നെ മണ്ണുണ്ടാവില്ല, അല്ലെങ്കിൽ ആ വെള്ള കാണുന്നിടത്തൊക്കെ ആകെ മണ്ണാവും. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. ഇന്ന് പിന്നെ കുറച്ച് നേരം വൈകിട്ടാട്ടോ ഞാൻ എണീറ്റത്, വേറെ ഒന്നുമില്ല. ഇന്ന് പണിക്ക് പോകാനൊക്കെ ഉണ്ട്, എനിക്ക് പോകാനുള്ള ദിവസമാണെന്ന്, എന്നാലും വേണ്ടില്ല കുറച്ച് വൈകി എണീറ്റാണ്. പിന്നെ മക്കൾക്ക് സ്കൂളില്ലല്ലോ, ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. മക്കൾക്ക് സ്കൂളില്ല, അംഗൻവാടിയില്ല. അപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല, അർജൻറ്റ് കൂട്ടാനില്ല. വീട്ടിലാണെങ്കിൽ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ പോണൊരു നേരത്ത് മഴ പെയ്യാതെക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്താകുമോ എന്തോന്നും അറിയില്ല. അങ്ങനെ പൂളേൻ്റെ തോലൊക്കെ ചെത്തി കളഞ്ഞതിന് ശേഷം ഞാൻ ചെറുതാക്കി കൊത്തി നുറുക്കാണ് കേട്ടോ, കൂട്ടാൻ വെക്കാനും വേണ്ടിയിട്ട്. നല്ല വേവാണ് പൂളയാണ് കേട്ടോ. ഇന്നലത്തെ പൂളൊക്കെ കൂട്ടാൻ വെച്ചപ്പോഴൊക്കെ നല്ലോണം എളുപ്പത്തിലാണ് വെന്തിട്ടുണ്ട്. അങ്ങനെ ഞാനിത്
വെള്ളമൊക്കെ പാകാക്കി പുഴുങ്ങാനുള്ളത് ആദ്യം അടുപ്പത്താക്കട്ടെ കേട്ടോ. എന്നിട്ട് പിന്നെ അടുപ്പത്ത് കൂട്ടാൻ ഉണ്ടാക്കാനുള്ളത് വെക്കാതെ ഗ്യാസുമ്മ വെക്കും ചെയ്യാമല്ലോ. അപ്പോൾ ചെറുതാക്കി അരിഞ്ഞത് ഞാൻ ഇനി അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ, കൂട്ടാൻ വെക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ തീയൊക്കെ കത്തിച്ചു. ചായ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടോ, അടുപ്പിൽ വറകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കത്തിക്കട്ടെ. ഞാൻ സൂര്യമോളെ അംഗൻവാടിക്ക് കൊണ്ടാക്കിയതിന് ശേഷം കേട്ടോ പോവല്. അപ്പം ഇന്ന് രാവിലെ താത്ത വിളിച്ചാണ്ട് പറഞ്ഞിരുന്നു ഇന്ന് കുറച്ച് നേരം വൈകിട്ട് വന്നോ, ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നോ, കാരണം ഞങ്ങൾ അവിടെ ഇല്ല, വീട്ടിലില്ല എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോഴാണ് പിന്നെ ഞാൻ ഇന്ന് സ്കൂളും ഇല്ല, പണിക്കാരും പണിക്കും പോയിട്ടില്ല, എന്നാൽ പിന്നെ ഒന്നും കൂടി ആക്കും പോലെ പണിയൊക്കെ ഒരുക്കാലോ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ബേജാറാകൂല പണിയൊക്കെ ഒരുക്കി കിട്ടാനും വേണ്ടിയിട്ട്. അതുകൊണ്ട് വേഗം എടുക്കാൻ നോക്കും കേട്ടോ. ഇനിയിപ്പോൾ ആ ബേജാറും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും താത്ത ഒരു 11 മണി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ എത്തുമ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ 11 മണി വരെ നമുക്ക് ആക്കും പോലെ പണിയൊക്കെ പണി ഒരുക്കാം. അങ്ങനെ ഞാൻ ആ പൂള നന്നാക്കിയിട്ടേന്നല്ലോ, അതൊക്കെ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. അവിടെ ആകെ മണ്ണായിട്ടുണ്ട്, നല്ലോണം കഴുകിയ നിന്നാലും മണ്ണുണ്ട്. പിന്നെ ചേച്ചി ചായക്കും വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. പുളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. മക്കളെ എണീറ്റിട്ടില്ല. പിന്നെ ചായം കടിയൊക്കെ ആവണല്ലേ ഉള്ളൂ, ആയിട്ട് എണീപ്പിക്കാമെന്ന് വിചാരിച്ചു. സ്കൂളുണ്ടെങ്കിൽ വിഷ്ണു നേരത്തെ കാലത്ത് വേഗം എണീക്കിട്ടോ. സ്കൂളില്ല എന്നാൽ പിന്നെ മടിച്ച് അങ്ങനെ കിടക്കും, ഒരു 9 മണിയൊക്കെ ആകുമ്പോളം കിടക്കും കേട്ടോ. സ്കൂളില്ലെങ്കിൽ പിന്നെ നമുക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. സ്കൂളുണ്ടെങ്കിൽ പിന്നെ കണ്ടറിഞ്ഞ് എണീക്കുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാനിത് അവിടെ അപ്പുറത്ത് കൊണ്ടുപോയി ചിന്തി കളയട്ടെ കേട്ടോ, അതിൻ്റെ വേസ്റ്റൊക്കെ. അപ്പോൾ ഞാൻ ചീനച്ചട്ടി ഒന്ന് തുറന്ന് നോക്കിട്ടോ, എന്താ അവസ്ഥ, ഉള്ളൊക്കെ വേവുണ്ടോ എന്ന് നോക്കിയത്. അപ്പോൾ ഉഷാറായിട്ട് വേവുണ്ട് കേട്ടോ, കണ്ടാൽ തന്നെ അറിയാലേ. പിന്നെ ഇതൊക്കെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തേന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് കൂട്ടാൻ എന്തായി നോക്കാം, അടച്ചക്കട്ടെ കേട്ടോ, ഒന്നും കൂടെ വേവട്ടെ. കൂട്ടാൻ ഇതാക്കണ മക്കളെ, അടുപ്പത്ത് കടന്ന് തിളക്കലൊന്നും തുടങ്ങിയിട്ടില്ല. അതൊക്കെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടില്ല. പച്ചമുളക് ഇടാത്ത വേറൊന്നുമില്ല, പച്ചമുളക് ഇല്ല. ഇനിയിപ്പോൾ ബുധനാഴ്ച അല്ലേ, ഇന്നത്തെ ദിവസത്തെ വീഡിയോ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതല്ല ഇട്ടത്, ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ. ഇനി പച്ചമുളക് വാങ്ങാത്തൊന്നുമില്ല, ബുധനാഴ്ച പച്ചക്കറിക്കാരൻ വരുമല്ലോ, അതായത് ഇന്ന്. അപ്പോൾ പച്ചക്കറി കുറച്ച് വാങ്ങാം, കൂട്ടത്തിൽ പച്ചമുളകൊക്കെ വാങ്ങരുത്, അങ്ങനെ നിർത്തിയേക്കാം കേട്ടോ. അങ്ങനെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ വറുത്തെടുക്കണത് ഉണക്കമുളകൊക്കെ ഇട്ടാണ്ടാണ് കേട്ടോ. അപ്പോൾ അത് നല്ല എരിവ് ഉണ്ടാവുമല്ലോ കുറച്ച് അധികം മുളകൊക്കെ ഇട്ടാൽ. അപ്പം അങ്ങനെ മതിയെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാക്കണം. മക്കൾക്ക് നേരത്തെ കുളിക്കുകയാണെങ്കിൽ കുളിച്ചോട്ടെ എഴുതി അവിടെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കപ്പ പുഴുങ്ങിയത് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടോ. ഞാനിത് വേറൊരു പാത്രത്തൊക്കെ മാറ്റട്ടെ, ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇത് വേറെ പാത്രത്തൊക്കെ മാറ്റിയെടുക്കാം. അതിൻ്റെ ഇടയിൽ വിഷ്ണു എന്നോട് വന്ന് ചോദിച്ചു കേട്ടോ, അമ്മ പൂള പുഴുങ്ങിക്കണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആ പൂള പുഴുങ്ങിയിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ചമ്മന്തി ഉണ്ടാക്കിയിട്ടോ, നാളികേര ചമ്മന്തി ചെയ്യുന്നു ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ നാളികേരമൊക്കെ എടുത്ത് വെച്ചു കേട്ടോ, നാളികേര ചമ്മന്തി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട്. അപ്പോഴാണ് രാജു വന്ന് പറഞ്ഞത്, ഞാൻ മുളക് കിട്ടുമോ പോയോക്കട്ടെ, പച്ചമുളക് ഉണ്ടല്ലോ, ചെറിയ ചീനപ്പറങ്ങി മുളകുണ്ടല്ലോ, അത് കിട്ടുമോ പോയോക്കട്ടെ പറഞ്ഞാണ്ട് താഴത്തുകൂടെ പോയാണ്ട് കുറച്ച് മുളകൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂട്ടാൻ ഉഷാറായിട്ട് വെന്തു, ഉപ്പൊക്കെ പാകമായിട്ടുണ്ട്. ഞാൻ വറുത്തെടുത്തിട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക്, കറിവേപ്പില, ഉണക്കമുളകൊക്കെ ഇട്ട് വറുത്തെടുത്തു. അതിന് ശേഷം ചോറിനുള്ള വെള്ളം വെച്ചേന്നു. അങ്ങനെ അതും തിളച്ചിട്ട് അരി കഴുകിയിടാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ വിഷ്ണു ഉണ്ട് ചിപ്സും തിന്ന് നടക്കണം കേട്ടോ. അപ്പം എന്നോടാണ് അമ്മ നിങ്ങൾക്ക് വേണമെന്ന്. ഓൻ അധികലേറെ അങ്ങനെ എന്തെങ്കിലും ഓൻ തിന്നുണ്ടെങ്കിൽ, മിഠായി എന്തെങ്കിലുമൊക്കെ തിന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ഞാൻ അവിടെ അടുക്കളയിൽ തിരക്കിട്ട് പണി എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിലോ ഞാൻ ആണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ എനിക്ക് വെച്ചരും, കൈ കൊണ്ട് ഇനി തൊടണ്ട, നിങ്ങളിങ്ങനെ തിന്നോളി പറഞ്ഞാണ്ട് കേട്ടോ, വാലിട്ട് തരും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ തിന്നും. ഇപ്പോൾ കണ്ടില്ലേ, ഓൻ്റെ പതിവാണത്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. അങ്ങനെ കൂട്ടാൻ വറുത്തെടുത്തത് കറിവേപ്പിലയും ഉണക്കമുളകും കടുകൊക്കെ ചേർത്താൻ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ. പിന്നെ പറഞ്ഞു വന്നത് ചമ്മന്തി ആ നാളികേരം കൊണ്ട് അരക്കണം എന്ന് വിചാരിച്ചിരുന്നു. അതിൻ്റെ ഇടയിൽ രാജു പച്ചമുളക് കൊണ്ട് ചമ്മന്തി അരച്ച്, ചീനപ്പറങ്ങി മുളകും ചെറിയ ഉള്ളിയൊക്കെ ഇട്ടാണ്ട് കേട്ടോ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു അരച്ചതിന് ശേഷം അങ്ങനെ ആ ചമ്മന്തിയും കൂട്ടി ചായ കുടിച്ചാണ്ട് ഞാൻ എൻ്റെ ജോലി എടുക്കാൻ വേണ്ടിയിട്ട് വന്നു. ഇവിടെ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകണ തിരക്കിൽ ഞാൻ വീഡിയോ എടുത്തതേന്നു കേട്ടോ. ഇവിടെ മുറ്റത്തൊക്കെ നിന്നാണ്ട് എൻ്റെ ചേലും കോലം കണ്ടാലൊന്നും വിചാരിക്കണ്ട.
ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കമ്മലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു കുഞ്ഞ് പറ്റ് കമ്മലാണ്. പക്ഷെ ഇന്ന് ഞാൻ പൊട്ടൊന്നും ഇടാൻ മറന്നു, പൊട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. സിന്ദൂരം ഇട്ടേന്നു. പിന്നെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടി സൂര്യമോളും അച്ഛനൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഇനി വീട്ടിലേക്ക് പോകട്ടെ കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ സൈഡാക്കി ഞാനതിൽ കയറാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തി. അങ്ങനെ വണ്ടിയിലൊക്കെ കയറി ഞങ്ങളിതാ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇതിലിങ്ങനെ പോയപ്പം എനിക്ക് അവിടുന്ന് വലിയ വീഡിയോ എടുക്കാനൊന്നും വലിയ താല്പര്യമില്ല. കാരണം വെറുതെ എന്നെ തന്നെ ഞാൻ എടുക്കണം കേട്ടോ. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോണമെന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മളെ വീടും അല്ലല്ലോ, വേറെ ആൾക്കാരുടെ വീട് നമ്മൾ വീഡിയോ എടുക്കുക പറഞ്ഞാൽ അത് വലിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ അവിടെ ശരിക്കും കാണിക്കാത്ത കേട്ടോ. അത് കാണിക്കാനും പറയരുത് നമ്മളോണ്ട്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി, കുളിയൊക്കെ കഴിഞ്ഞു, കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. പിന്നെ ഞാൻ പോയ ഊക്കിൽ പിന്നെ സൂര്യമോൾ കുറച്ച് നേരം കൊഞ്ചിക്കാനൊന്നും കഴിഞ്ഞില്ലല്ലോ. അതിൻ്റെ ഇതപ്പം നിങ്ങൾ കാണണം കേട്ടോ. എൻ്റെ അടുത്തൊന്ന് മാറണേ ഇല്ല, അമ്മ എന്നെ എടുക്കാനും പിന്നാലെ കൂടാട്ടോ. അങ്ങനെ ഓളെ എടുത്താണ്ടൊക്കെ പിന്നെ ഞാൻ പണിയെടുക്കണത് കുറച്ചൊക്കെ. അങ്ങനെ മുറ്റടിക്കുകയാണ്. അതേപോലെ തന്നെ ഇനി നമുക്ക് കറി ഉണ്ടാക്കാണ്ട് കേട്ടോ. കറി ഉണ്ടാക്കണം, പപ്പടം ഉണ്ടാക്കണം, അങ്ങനെ അല്ലറ ചില്ലറ പണികൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി. അങ്ങനെ മക്കളെ പിന്നെ വൈകുന്നേരം വിഷ്ണുവിൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചായക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരാൻ പോവുകയാണ്, എന്തെങ്കിലുമൊക്കെ എണ്ണക്കടി കൊണ്ടുവരാൻ പോവുകയാണ് കേട്ടോ. പിന്നെ മക്കളെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. ഞാൻ നാളത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ.